അങ്ങ് ദൂരെ ഒരു നാട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. വിശന്ന് വലഞ്ഞ് നടന്ന മുത്തശ്ശിക്ക് നിന്നോ 2 ബ്രെഡ് കിട്ടി. ആ ബ്രെഡും കൊണ്ട് മുത്തശ്ശി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അടപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് അല്പം വെണ്ണ തൂകി മുത്തശ്ശി 2 ബ്രെഡും തിരിച്ചും മറിച്ചും വിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു തേനീച്ച പറന്നു വന്നു. മുത്തശ്ശിയുടെ വിഷമം കണ്ട തേനീച്ച മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ മുത്തശ്ശി വിഷമിച്ചിരിക്കുന്നേ? തേനീച്ചക്കുട്ടൻ്റെ ചോദ്യം കേട്ട മുത്തശ്ശി പറഞ്ഞു, തേനീച്ചക്കുട്ട 2 ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത് എങ്ങനെ തിന്നും എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ തേനീച്ചക്കുട്ടൻ പറഞ്ഞു, മുത്തശ്ശി എന്തിനാ ടെൻഷൻ അടിക്കണം? ഞാനില്ലേ ഇവിടെ. മുത്തശ്ശി ആ ബ്രെഡൊന്ന് നീട്ടിയേ, ഞാനല്പം തേനങ്ങോട്ട് ചീറ്റിത്തരാം എന്ന്. അങ്ങനെ തേനീച്ചക്കുട്ടൻ തൻ്റെ കയ്യിലുള്ള തേനങ്ങോട്ട് എടുത്ത് വാരി വിതറി. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഇതും കൂട്ടി ഒന്ന് അടിച്ചു നോക്ക്, പൊളിയാ പൊളി എന്ന് പറഞ്ഞ് തേനീച്ചക്കുട്ടൻ അങ്ങോട്ട് പോയി. മുത്തശ്ശി അങ്ങനെ ആ ബ്രെഡ് അങ്ങോട്ട് എടുത്ത് ആ തേനും പരത്തി ഒരു പടയങ്ങോട്ട് പടച്ചു നോക്കി. എൻ്റെ പൊന്നോ, എന്നാ രുചിയാ അതിന്! ആ രുചിയിൽ മുതിമറന്ന മുത്തശ്ശി അങ്ങ് ചിന്തിച്ചു, 2 ബ്രെഡും കൂടി കിട്ടിയെങ്കിൽ ടോസ്റ്റ് ചെയ്ത് തേനും കൂട്ടി അടിക്കാമായിരുന്നു എന്ന്. അങ്ങനെ ചിന്തിച്ച് മുത്തശ്ശി അങ്ങിയിരുന്നു. അങ്ങനെ ഈ മുത്തശ്ശിയും തേനീച്ചയും കൂടിയിട്ടാണ് അത്രേ ബ്രെഡും തേനും എന്ന കൺസെപ്റ്റിന് ജീവൻ നൽകിയത്. കൂട്ടുകാരെ, നിങ്ങളും കഴിച്ചു നോക്കി മറക്കരുതേ. സൂപ്പറാണ് ഇങ്ങനെ കാണിക്കാ അച്ഛൻ്റെ മോൻ.